CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് അപ്പുക്കുട്ടൻ നിർവഹിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന പേരിൽ ലക്ഷങ്ങൾ ചെലവഴിക്കപ്പെടുന്നു. ആ ചെലവഴിക്കപ്പെടുന്ന ലക്ഷങ്ങളുടെ യാതൊരു പ്രയോജനവും ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല, ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല, നഗരവാസികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. മത്സ്യ മാർക്കറ്റിന്റെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ആളുകൾ ഇനി അനുവദിക്കില്ല. കാരണം ഏറ്റവും വലിയ ഒരു മനുഷ്യാവകാശ പ്രശ്നമായിട്ട് അത് നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുക. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ എന്നേ ഇടപെടേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരു പരിസ്ഥിതി വേറെ എവിടെയും ഇല്ലാത്തൊരു സ്ഥിതിയിൽ തീർച്ചയായിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള വേദികൾ ഇതിലേക്ക് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ നിലയിൽ ഇന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. മത്സ്യ മാർക്കറ്റിന്റെ സ്ഥിതി മാത്രമല്ല, ഇപ്പൊ ആലായിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിന്റെ കാര്യം തുടക്കത്തിൽ തന്നെ പറയുന്നതാണ്. അത് പൂർത്തിയായി എന്ന് നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പൂർത്തിയാകാത്ത ബസ് സ്റ്റാൻഡ് ഒരിക്കൽ ഉദ്ഘാടനമൊക്കെ ചെയ്തു. സഖാവ് പുരുഷോത്തം വക്കീൽ ചെയർമാനായ സന്ദർഭത്തിൽ സഖാവ് VS അച്യുതാനന്ദൻ അന്നത്തെ മുഖ്യമന്ത്രിയാണ് താക്കല്ലിട്ടത്. വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പുരുഷോത്തം വക്കീലിനെ കാല് വാരി നിലത്തിട്ടത്. അദ്ദേഹം ചെയർമാൻ പദം ഒഴിയേണ്ടി വന്നു. തുടർന്ന് അധികാരത്തിൽ വന്ന ഭരണസമിതികൾ ഒന്നും തന്നെ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശുഷ്കാന്തി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അത് പഴയപടി തന്നെ നിൽക്കുകയാണ്. ആലായിപ്പള്ളി ബസ് സ്റ്റാൻഡ് ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളൊരു നിലയിൽ ഇതുവരെ ചെലവഴിച്ച കോടിക്കണക്കിന് രൂപയുടെ പലിശയും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ വേസ്റ്റ് ആവുകയാണ്. M. പൊക്ലൻ അധ്യക്ഷതയും P. നാരായണൻ സ്വാഗതവും പറഞ്ഞു. PV അമ്പാടി, P. ജാനകിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു.